ഇന്ന് നമ്മൾ കാണുന്ന ഫുട്ബോൾ അല്ല കുറച്ചു കാലം മുൻപ് വരെ ഉണ്ടായിരുന്നത്. പെനാൽറ്റിക്ക് പകരം ഐസ് ഹോക്കി പോലെ പന്തുമായി ഓടി വന്ന് ഗോൾ അടിക്കുന്ന നിയമം. ഗോൾ അടിച്ചാൽ കളി അപ്പോൾ തന്നെ തീരുന്ന ഗോൾഡൻ ഗോൾ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. എന്നാൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഇതൊക്കെ ശരിക്കും നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ആരാധകരെയും കളിക്കാരെയും ഒരുപോലെ വട്ടം കറക്കിയ ഒടുവിൽ ഫിഫയ്ക്ക് തന്നെ നിരോധിക്കേണ്ടി വന്ന 4 വിചിത്രമായ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് അമേരിക്കക്കാരുടെ സ്വന്തം ഫുട്ബോൾ പരീക്ഷണമായിരുന്നു. 1996 അമേരിക്കയിൽ MLS ലീഗ് തുടങ്ങിയപ്പോൾ കളി സമനിലയായാൽ അവർക്ക് സാധാരണ പെനാൽറ്റി ഷൂട്ടൗട്ട് പോരെന്നായിരുന്നു തീരുമാനം. പകരം അവർ കൊണ്ടുവന്നത് 35 യാർഡ് ഷൂട്ടൗട്ട് ആണ്. ഇതിൽ പന്ത് ഗോൾ പോസ്റ്റിന് 35 യാർഡ് അകലെ വെക്കും. വിസിൽ അടിക്കുമ്പോൾ കളിക്കാരന് പന്തുമായി ഗോൾ കീപ്പറുടെ നേർക്ക് ഓടാം. കൃത്യം 5 സെക്കൻഡിനുള്ളിൽ ഗോൾ കീപ്പറെ വെട്ടിച്ച് ഗോൾ അടിക്കണം. ഗോൾ കീപ്പർക്ക് മുന്നോട്ട് ഓടി വന്ന് കളിക്കാരനെ തടയാം. കളിക്ക് ഭയങ്കര വേഗതയും ആവേശവും വന്നെങ്കിലും ഇത് ഫുട്ബോളിന്റെ യഥാർത്ഥ ഭംഗി കെടുത്തുന്നു എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനം ഉയർന്നു. കളിക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനും ഇത് കാരണമായി. ഒടുവിൽ 1999 ഫിഫ ഇടപെട്ട് ഈ വിചിത്രമായ നിയമം പൂർണ്ണമായും നിരോധിച്ചു. രണ്ടാമത്തേത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ക്രൂരമായ നിയമങ്ങളിൽ ഒന്നാണ് ഗോൾഡൻ ഗോൾ. 90കളിൽ ഫിഫ കൊണ്ടുവന്ന ഈ നിയമപ്രകാരം നോക്കൌട്ട് മത്സരങ്ങളിൽ 90 മിനിറ്റും സമനിലയായാൽ എക്സ്ട്രാ ടൈം തുടങ്ങും. ഈ എക്സ്ട്രാ ടൈമിൽ ഏത് ടീമാണോ ആദ്യം ഗോൾ അടിക്കുന്നത് ആ നിമിഷം കളി അവസാനിക്കും. അവരായിരിക്കും വിജയികൾ. അതായത് തോറ്റ ടീമിന് തിരിച്ചു വരാൻ ഒരു സെക്കൻഡ് പോലും കിട്ടില്ല. 1996 യൂറോ കപ്പ് ഫൈനലിൽ ജർമ്മനി ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ചതും 2002 ലോകകപ്പിൽ ദക്ഷിണ കൊറിയ ഇറ്റലിയെ പുറത്താക്കിയതും ഈ നിയമത്തിലൂടെയായിരുന്നു. ഇത് കളിയിലെ സസ്പെൻസ് കൂട്ടിയെങ്കിലും ടീമുകൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഭയന്ന് അമിത പ്രതിരോധത്തിലേക്ക് പോയി. കളി വിരസമായി മാറിയതോടെ 2004 ഫിഫ ഈ നിയമവും ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഉത്തരവിട്ടു. മൂന്നാമത്തെ നിയമം എന്നിലുപരി ഒരു നിയമത്തിന്റെ അഭാവമായിരുന്നു. 1992 മുൻപ് വരെ ഫുട്ബോളിൽ ബാക്ക് പാസ് നിയമം ഇല്ലായിരുന്നു. അതായത് ഒരു ഡിഫൻഡർ എത്ര തവണ വേണമെങ്കിലും പന്ത് സ്വന്തം ഗോൾ കീപ്പർക്ക് കാലുകൊണ്ട് പാസ് ചെയ്യാം. ഗോൾ കീപ്പർക്ക് അത് സുഖമായി കയ്യിലെടുക്കാം. 1990കളിലെ ലോകകപ്പിൽ പല ടീമുകളും കളി ജയിച്ചു നിൽക്കുമ്പോൾ സമയം കളയാൻ വേണ്ടി ഈ വിദ്യ സ്ഥിരമായി ഉപയോഗിച്ചു. ഡിഫൻഡർ കീപ്പർക്ക് കൊടുക്കും, കീപ്പർ അത് കയ്യിലെടുക്കും, വീണ്ടും താഴെയിടും, വീണ്ടും ഡിഫൻഡർക്ക് കൊടുക്കും. ഇത് കണ്ട് കാണികൾ വരെ സ്റ്റേഡിയത്തിൽ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയായി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വിരസമായ കാലഘട്ടമായിരുന്നു അത്. ഒടുവിൽ കളിക്ക് വേഗത കൂട്ടാൻ വേണ്ടി 1992 ഫിഫ നിയമം മാറ്റി. ഇനി മുതൽ സ്വന്തം കളിക്കാർ കാലുകൊണ്ട് കൊടുക്കുന്ന പാസുകൾ ഗോൾ കീപ്പർമാർ കയ്യിലെടുക്കാൻ പാടില്ല. ഈ ഒരൊറ്റ മാറ്റമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഫാസ്റ്റ് ഫുട്ബോൾ നമുക്ക് സമ്മാനിച്ചത്. നാലാമത്തേത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കോമഡിയായ സംഭവമാണ്. 1994 കരീബിയൻ കപ്പിൽ ഒരു വിചിത്രമായ നിയമം ഉണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിൽ അടിക്കുന്ന ഒരു ഗോൾഡൻ ഗോൾ 2 ഗോളുകളായി കണക്കാക്കും. ബാർബഡോസും ഗ്രനേഡയും തമ്മിലുള്ള മത്സരത്തിൽ ബാർബഡോസിന് അടുത്ത റൗണ്ടിൽ കടക്കാൻ 2 ഗോളിൻ്റെ വ്യത്യാസത്തിൽ ജയിക്കണമായിരുന്നു. കളി തീരാൻ 7 മിനിറ്റ് ഉള്ളപ്പോൾ സ്കോർ 2-1 ആയിരുന്നു. അതായത് ബാർബഡോസ് 1 ഗോളിന് മുന്നിൽ. എന്നാൽ അവർക്ക് 2 ഗോളിന് ജയിക്കണം. സാധാരണ രീതിയിൽ 1 ഗോൾ കൂടി അടിക്കാൻ സമയം തികയില്ലെന്ന് മനസ്സിലാക്കിയ ബാർബഡോസ് കളിക്കാർ ഒരു ബുദ്ധിപൂർവമായ കടുങ്കൈ ചെയ്തു. അവർ ബോധപൂർവം സ്വന്തം പോസ്റ്റിലേക്ക് ഒരു സെൽഫ് ഗോൾ അടിച്ചു. സ്കോർ 2-2 സമനിലയായി. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടാനായിരുന്നു ഇത്. എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ചാൽ അത് 2 ഗോൾ ആയി മാറുമല്ലോ. തുടർന്ന് നടന്നത് ഫുട്ബോൾ ലോകം ഇന്ന് വരെ കാണാത്ത കാഴ്ചയായിരുന്നു. ഗ്രനേഡിയൻ കളിക്കാർ
കളി തോൽക്കാൻ വേണ്ടി ബാർബഡോസിൻ്റെ സ്വന്തം പോസ്റ്റിലേക്കും ഗോൾ അടിക്കാൻ നോക്കി. ബാർബഡോസ് കളിക്കാർ 2 പോസ്റ്റും പ്രതിരോധിച്ചു. ഒടുവിൽ ബാർബഡോസ് എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ച് ജയിച്ചു. ടൂർണമെൻറ്റ് കഴിഞ്ഞയുടൻ ഫിഫ ഈ വിഡ്ഢിത്തം നിറഞ്ഞ നിയമം എന്നേക്കുമായി റദ്ദാക്കി. ഈ 4 വിചിത്ര നിയമങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതോ അത്ഭുതപ്പെടുത്തിയതോ ആയ നിയമം ഏതാണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഫുട്ബോൾ സ്റ്റോറികൾ ഇനിയും കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.